ഈ കഴിഞ്ഞ മാർച്ചിലാണ് രാഹുൽ ഗാന്ധിക്ക് MP സ്ഥാനം നഷ്ടമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ വേണ്ടി ഒരു പ്രസംഗത്തിൽ മോദി എന്ന പേര് ഉപയോഗിച്ചതാണ് അദ്ദേഹത്തിനെതിരെ സൂറത്ത് കോടതിയുടെ ശിക്ഷാവിധി വരുന്നതിലേക്കും തുടർന്ന് MP സ്ഥാനം സസ്പെൻഡ് ചെയ്യപ്പെടുന്നതിലേക്കും നയിച്ചത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ രാഹുലിന്റെ അപ്പീൽ ഗുജറാത്ത് ഹൈക്കോടതി തള്ളി എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. രാഹുൽ സ്ഥിരമായി തെറ്റാവർത്തിക്കുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. രാഹുലിനെതിരെ സമാനമായ പരാതികൾ വേറെയുമുണ്ട്. ഈ കേസിൽ സൂറത്ത് കോടതിയുടെ വിധി ഉചിതമാണെന്നും ഇടപെടേണ്ടതില്ല എന്നും ഹൈക്കോടതി വിലയിരുത്തി. രാഹുൽ ഗാന്ധിക്കെതിരെ കുറഞ്ഞത് 10 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കൂടാതെ സവർക്കർക്കെതിരെ കേംബ്രിഡ്ജിൽ നടത്തിയ പരാമർശത്തിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധിക്കെതിരെ പൂനെ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് ഹേമന്ത് പർച്ചക്കാണ് വിധി പറഞ്ഞത്. സ്റ്റേ അനുവദിക്കാൻ വിസമ്മതിച്ചതോടെ രാഹുലിന്റെ അയോഗ്യത തുടരും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് എല്ലാ കള്ളന്മാരുടെ പേരിനൊപ്പം മോദി എന്ന് ഉള്ളത് എന്തുകൊണ്ട് എന്ന രാഹുലിന്റെ പരിഹാസത്തിനെതിരെ ഗുജറാത്തിലെ മുൻ മന്ത്രിയും MLAയുമായ പൂർണേഷ് മോദിയാണ് കേസ് നൽകിയത്. തുടർന്ന് മാർച്ച് 23 കേസ് പരിഗണിച്ച സൂറത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഗാന്ധിക്ക് പരമാവധി തടവ് ശിക്ഷയായ 2 വർഷം വിധിച്ചു. കൂടാതെ മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നതിനായി വിധി നടപ്പാക്കാൻ 30 ദിവസത്തെ സാവകാശം നൽകിയ കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. സൂറത്ത് കോടതിയുടെ വിധിക്ക് പിന്നാലെ രാഹുലിന്റെ വയനാട് ലോക്സഭാ അംഗത്വം റദ്ദാക്കുകയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് അയോഗ്യത നിലവിൽ വരികയും ചെയ്തു. ഇതിന് പിന്നാലെ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഒഴിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി സെഷൻസ് കോടതിയും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിലാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ജനപ്രതിനിധികൾ പരിധിക്കുള്ളിൽ നിന്ന് വേണം പ്രസ്താവനകൾ നടത്താനെന്ന് ഹർജി പരിഗണിച്ച ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. രാഹുലിനെതിരായ കുറ്റം ഗുരുതര സ്വഭാവം ഉള്ളതല്ലാത്തതിനാൽ വിചാരണ കോടതി വിധി സ്റ്റേ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുലിന്റെ ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നാണ് പരാതിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഹൈക്കോടതി വിധിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. സുപ്രീം കോടതിയിലും വിധി മറിച്ചായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതൊരു വലിയ തിരിച്ചടിയായി മാറും.